In this lecture, we will discuss about bipolar junction transistors or BJTs. So, bipolar junction transistors ആണ് നമ്മൾ ജനറലി ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ട്രാൻസിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ആക്റ്റീവ് ഡിവൈസ് ആണ്. നമ്മൾ ആക്റ്റീവ് ഡിവൈസസ്, പാസീവ് ഡിവൈസസ് പഠിച്ചിരുന്നു. സോ ട്രാൻസിസ്റ്റർ ഈസ് ബേസിക്കലി എ സിലിക്കൺ ഓർ ജെർമേനിയം ക്രിസ്റ്റൽ കണ്ടെയ്നിങ് 3 സെപ്പറേറ്റ് റീജിയൻസ്. അപ്പോൾ 3 സെപ്പറേറ്റ് സെമി കണ്ടക്ടർ റീജിയൻസ് ചേരുന്ന ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് മെയിനായിട്ടും NPN ആൻഡ് PNP ടൈപ്പ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. സോ നമ്മളത് വർക്കിംഗ് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിനെ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. സോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 റീജിയൻസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് NPN ടൈപ്പ് ഓർ PNP ടൈപ്പ്. സോ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്കത് NPN ടൈപ്പും ഉണ്ട്, PNP ടൈപ്പും ഉണ്ട്. സോ NPN മീൻസ് ദ ഫസ്റ്റ് റീജിയൻ ഈസ് N ടൈപ്പ്. സോ ഫസ്റ്റ് റീജിയൻ N ടൈപ്പ് ആയിരിക്കും. സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത് P ടൈപ്പ് ആയിരിക്കും. തേർഡ് റീജിയൻ എന്ന് പറയുന്നത് N ടൈപ്പ് ആയിരിക്കും. സോ ഇങ്ങനെ 3 റീജിയൻസ് ചേരുന്ന ഒരു ഡിവൈസ് ആണ്. അതിൽ ഫസ്റ്റ് N റീജിയനെ നമ്മൾ എമിറ്റർ എന്ന് പറയും. സെക്കൻഡ് റീജിയനെ നമ്മൾ ബേസ് ടെർമിനലായിട്ട് കൺസിഡർ ചെയ്യും. തേർഡ് റീജിയനെ നമ്മൾ കളക്ടർ ടെർമിനലായിട്ട് കൺസിഡർ ചെയ്യും. അപ്പം 3 റീജിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ 3 ടെർമിനൽസ് ഉള്ള റീജിയൻ ആണ് ട്രാൻസിസ്റ്റർ. സോ it is a 3-terminal device. The 3 terminals are emitter, base and collector. So the middle region is called base and the 2 outer regions are called emitter and collector. So emitter can be this terminal or this terminal. So നമുക്കത് ഇൻ്റർചേഞ്ചബിൾ ആണ്. ഇത് എമിറ്റർ ആയാൽ ഇത് കളക്ടർ ആവും. സോ ആ 2 എൻഡ് ടെർമിനൽസിനെയാണ് നമ്മൾ എമിറ്റർ, കളക്ടർ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ചൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ NPN ട്രാൻസിസ്റ്റർ. സിമിലർലി നമുക്കിവിടെ PNP ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റീജിയൻ P ആയിരിക്കും, രണ്ടാമത്തെ റീജിയൻ N ആയിരിക്കും, തേർഡ് റീജിയൻ എന്ന് പറയുന്നത് P ആയിരിക്കും. സോ ഇവിടെയും ടെർമിനൽസ് ഫസ്റ്റ് P റീജിയൻ ആണ് എമിറ്റർ, സെക്കൻഡ് N റീജിയൻ ആണ് ബേസ് ആൻഡ് തേർഡ് റീജിയൻ ആണ് കളക്ടർ എന്ന് പറയുന്നത്. സോ എത്ര ടെർമിനൽസ് ഉണ്ട്, എത്ര റീജിയൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ കേസ് നോക്കാം. NPN ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിൽ ഈ 3 ടെർമിനൽസ് എമിറ്റർ, ബേസ്, കളക്ടർ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ 3 ടെർമിനൽസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് നമുക്ക് നോക്കാം. എമിറ്ററിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുക. എമിറ്റർ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ, അതായത് NPN ആണെങ്കിൽ N ആയിരിക്കും എമിറ്റർ, PNP ആണെങ്കിൽ P ആയിരിക്കും എമിറ്റർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ജനറലി അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു എമിറ്റ് ഓർ ഇഞ്ചെക്ട് ഇലക്ട്രോൺസ്. NPNൻ്റെ കേസിൽ എമിറ്റർ എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ ആയിരിക്കും, കാരണം N ആയിരിക്കും അടുത്ത എമിറ്റർ ടെർമിനൽ. PNP ആണെങ്കിൽ P ആയിരിക്കും എമിറ്റർ ടെർമിനൽ, സോ ഹോൾസ് ആയിരിക്കും ആ കേസിൽ എമിറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫംഗ്ഷൻ ടു എമിറ്റ് ദ മെജോറിറ്റി കാരിയേഴ്സ്. അപ്പം എമിറ്റ് ദ മെജോറിറ്റി കാരിയേഴ്സ്, മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുക, അതാണ് എമിറ്ററിൻ്റെ ഫംഗ്ഷൻ. അത് എമിറ്റ് ചെയ്യുന്നത് ബേസിലേക്കാണ്. ട്രാൻസിസ്റ്റർ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി കാരിയേഴ്സ് പോകുന്നത് ബേസ് ടെർമിനലിലേക്കാണ്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ്. ഡോപ്പിംഗ് ഹെവിയാണ്. അപ്പോൾ മാക്സിമം ഡോപ്പിംഗ് ഉള്ള ടെർമിനൽ എമിറ്റർ റീജിയൻ ആണ്, അല്ലെങ്കിൽ എമിറ്റർ ടെർമിനലാണ്. ദെൻ സൈസ് നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓഫ് മോഡറേറ്റ് സൈസ്. അപ്പോൾ നമ്മൾ എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇവിടെ വരച്ചേക്കുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എമിറ്റർ റീജിയൻ്റെ സൈസ് മോഡറേറ്റ് സൈസാണ്, കളക്ടറിൻ്റെയാണ് മാക്സിമം സൈസ് വരുന്നത്, ബേസിന് സൈസ് വളരെ കുറവാണ്. സോ ഈ 3 ഫീച്ചേഴ്സും അറിഞ്ഞിരിക്കണം. ദെൻ ബേസ് നോക്കുവാണെങ്കിൽ ബേസിൻ്റെ ഡോപ്പിംഗ് വളരെ കുറവാണ്, അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും വളരെ കുറവാണ്. സോ ഹെവിലി ഡോപ്ഡ് എമിറ്റർ ആണ്, ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് പറയുന്നത് ബേസ് ആണ്. ദ സൈസ് ഈസ് വെരി തിൻ ഫോർ ബേസ്. ആൻഡ് ബേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എമിറ്ററിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, PNP ആണെങ്കിൽ ഹോൾസ് ആയിരിക്കും, അത് ബേസിലൂടെയാണ് അത് കളക്ടറിലേക്ക് പോകുന്നത്. സോ ബേസിൽ റീകോമ്പിനേഷൻ ഒക്കേഴ്സ്. സോ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ റീകോമ്പിനേഷൻ ഒക്കർ ചെയ്യുന്നത് ബേസിലാണ്. സോ ബേസിൻ്റെ ഫംഗ്ഷൻ അതാണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എമിറ്റർ ആൻഡ് ബേസ്. ദെൻ കളക്ടറിലേക്ക് വരുവാണെങ്കിൽ കളക്ടർ റീജിയൻ ഈസ് മെയ്ഡ് ഫിസിക്കലി ലാർജർ ദാൻ എമിറ്റർ റീജിയൻ.
സോ ഏറ്റവും ലീസ്റ്റ് സൈസ് ഉള്ളത് ബേസിനാണ്, എമിറ്ററിൻ്റെത് മോഡറേറ്റ് ആണ്, ലാർജർ സൈസ് ഉള്ളത് കളക്ടറാണ്. കാരണം ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിസിപ്പേറ്റ് മോർ ഹീറ്റ്. സോ ട്രാൻസിസ്റ്ററിൻ്റെ ബോഡി അല്ലെങ്കിൽ അതിൻ്റെ കളക്ടർ ടെർമിനൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഡിസിപ്പേറ്റ് മോർ ഹീറ്റ്. സോ ദ സൈസ് ഈസ് വെരി ലാർജ്. ദെൻ ഡോപ്പിംഗ് നോക്കുവാണെങ്കിൽ ഹെവിലി ഡോപ്ഡ് എമിറ്റർ ആണ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ദ ഡോപ്പിംഗ് ഓഫ് കളക്ടർ ഈസ് ബിറ്റ്വീൻ ഹെവി ഡോപ്പിംഗ് ഓഫ് എമിറ്റർ ആൻഡ് ലൈറ്റ് ഡോപ്പിംഗ് ഓഫ് ബേസ്. സോ അതിനൊരു മോഡറേറ്റ് ഡോപ്പിംഗ് ആണ് കളക്ടറിന് വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കളക്ടർ? കളക്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കളക്ട്സ് ദ മെജോറിറ്റി കാരിയേഴ്സ് ഫ്രം ദ ബേസ്. സോ ബേസിൽ നിന്നും ആഫ്റ്റർ റീകോമ്പിനേഷൻ എമിറ്ററിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഹോൾസിനെ അത് എന്ത് ചെയ്യും? ബേസിൽ നിന്നും വരുന്ന ആ ഒരു വാല്യൂവിനെ കളക്ടർ കളക്ട് ചെയ്യും. അതാണ് കളക്ടറിൻ്റെ ഫംഗ്ഷൻ, മെജോറിറ്റി കാരിയേഴ്സിനെ കളക്ട് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ അതിനറിയാം, എമിറ്റർ എമിറ്റ് ചെയ്യുന്നു, ബേസിൽ റീകോമ്പിനേഷൻ നടക്കുന്നു, ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നു, റിമൈനിങ് എമിറ്ററിനെ ഈ ഒരു കളക്ടർ കളക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ PNP ആണെങ്കിൽ ഇവിടുന്ന് ഹോൾസ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്, റീകോമ്പിനേഷൻ നടക്കുന്നത് ബേസിലാണ്, റിമൈനിങ് ഹോൾസിനെ കളക്ടർ കളക്ട് ചെയ്യും. സോ നമുക്കിതിൻ്റെ സിമ്പൽ നോക്കാം. ഇതാണ് സ്ട്രക്ചർ ഓഫ് NPN ട്രാൻസിസ്റ്റർ. ഫസ്റ്റ് എമിറ്റർ, ദെൻ ദിസ് ഇസ് കളക്ടർ ആൻഡ് ദിസ് ഇസ് ദ ബേസ് ടെർമിനൽ. ഇവിടെ ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് എമിറ്റർ കറണ്ട് ആണ്. സോ എമിറ്റർ കറണ്ട് ഇവിടെ ഔട്ട്വേർഡ്സ് ആണ്, അല്ലെങ്കിൽ കറണ്ട് പുറത്തേക്കാണ് പോകുന്നത്. സോ ദിസ് shows that this is a NPN terminal, NPN transistor. So PNP transistor ആണെങ്കിൽ ആരോ അകത്തേക്കായിരിക്കും അല്ലെങ്കിൽ ഇൻവേർട്സ് ആയിരിക്കും. എമിറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരോ അത് ഇൻവേർട്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡയറക്ഷൻ ഓഫ് എമിറ്റർ കറണ്ട് ഈസ് into the transistor. So that type of transistor is known as PNP transistor. So ഇതാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മളൊരു ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം, ഇതൊരു N റീജിയൻ ആണ്, ഇതൊരു P റീജിയൻ ആണ്. സോ ദിസ് ഇസ് എ PN ജംഗ്ഷൻ ഡയോഡ്. സോ ഇവിടെ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യും, ഇതൊരു ഡയോഡാണ്. സിമിലർലി ഈ ഒരു ജംഗ്ഷൻ നോക്കുവാണെങ്കിലും ഇതും ഒരു PN ജംഗ്ഷനാണ്. സോ ഇവിടെ രണ്ട് ജംഗ്ഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും, ഇവിടെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും. സോ നമുക്ക് പറയാം എമിറ്റർ ബേസ് ജംഗ്ഷൻ, കളക്ടർ ബേസ് ജംഗ്ഷൻ, അങ്ങനെ രണ്ട് ജംഗ്ഷൻസ്. ഫസ്റ്റ് Nഉം സെക്കൻഡ് Pയും എടുക്കുവാണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ, അതൊരു ഫസ്റ്റ് PN ജംഗ്ഷൻ ഡയോഡാണ് ഇതിനകത്തെ. സോ ഈ രണ്ടാമത്തെ ജംഗ്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ബേസ് ആൻഡ് കളക്ടർ. സോ ആ ബേസിനും കളക്ടറിനും അക്രോസ് ഒരു ഡയോഡ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ട്രാൻസിസ്റ്റർ മീൻസ് 2 PN ജംഗ്ഷൻ ഡയോഡ്സ് ആർ കണക്റ്റഡ് ബാക്ക് ടു ബാക്ക്. സോ അങ്ങനെ രണ്ട് ഡയോഡ്സ് ചേരുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സോ എ ട്രാൻസിസ്റ്റർ ഹാസ് 2 PN ജംഗ്ഷൻസ്. One junction is between emitter and base, and that is generally known as emitter base junction or simply emitter junction. നമുക്ക് അതിനെ emitter junction എന്ന് പറയാം, അല്ലെങ്കിൽ emitter base junction. emitter junction എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. സോ അതർ ജംഗ്ഷൻ ഈസ് നോൺ ആസ് കളക്ടർ ജംഗ്ഷൻ. കളക്ടറിനും ബേസിനും അക്രോസ് ഉള്ള ആ ഡയോഡിനെ നമ്മൾ കളക്ടർ ജംഗ്ഷൻ എന്നും പറയും. സോ PN ജംഗ്ഷൻ, 2 PN ജംഗ്ഷൻ ഡയോഡ്സ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക്, അതാണ് അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ പറയാം. സോ ഇഫ് എമിറ്റർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ എമിറ്റർ ജംഗ്ഷൻ, എമിറ്റർ ബേസ് ജംഗ്ഷനും സെക്കൻഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് കളക്ടർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ കളക്ടർ ജംഗ്ഷൻ. സോ ഫസ്റ്റ് ജംഗ്ഷനെ ഞാൻ ഫോർവേഡ് ബയാസ് ചെയ്തു. സോ നമുക്കൊരു ട്രാൻസിസ്റ്ററിനെ ഈ ഒരു ഡയോഡിനെ രണ്ട് രീതിയിൽ ബയാസ് ചെയ്യാം. ഒരു ഡയോഡിനെ ഫോർവേഡ് ബയാസും ചെയ്യാം, റിവേഴ്സ് ബയാസും ചെയ്യാം. സോ ഈ ഒരു ഫസ്റ്റ് PN ജംഗ്ഷൻ എനിക്ക് ഫോർവേഡ് ബയാസ് ചെയ്യാം, റിവേഴ്സ് ബയാസും ചെയ്യാം. സിമിലർലി സെക്കൻഡ് PN ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യാം, റിവേഴ്സ് ബയാസ് ചെയ്യാം. സോ ഈ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 4 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് അതിനെ ബയാസ് ചെയ്യാം. സോ ഇവിടെ ഒരു ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഒരു ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ് പോസിബിൾ ആണ്. സോ നമുക്ക് 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പറ്റും. സോ ഈ ഫസ്റ്റ് ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യുന്നു, സെക്കൻഡ് ഡയോഡിനെ റിവേഴ്സ് ബയാസ് ചെയ്യുന്നു. അതായത് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡും കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസും ചെയ്യുവാണെങ്കിൽ ദാറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ, സോ എമിറ്റർ ബേസ് ഈസ് ഫോർവേഡ് ബയാസ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഇതാണ് ഫസ്റ്റ് കേസ്. ദെൻ വി ക്യാൻ സേ ദ ട്രാൻസിസ്റ്റർ മോഡ് ഓഫ് ഓപ്പറേഷൻ, ട്രാൻസിസ്റ്റർ mode of operation. So transistor is in
ആക്റ്റീവ് മോഡ് എന്ന് നമ്മൾ പറയും. എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡും കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയസും ചെയ്യുവാണെങ്കിൽ ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ആക്റ്റീവ് മോഡ്. ദെൻ ഫസ്റ്റ് ഡയോഡ് അല്ലെങ്കിൽ എമിറ്റർ ജംഗ്ഷനെ ഞാൻ ഫോർവേഡ് ബയസ് ചെയ്തു. സെക്കൻഡ് ഡയോഡ് കളക്ടർ ജംഗ്ഷനെ അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്തു. സോ രണ്ട് ഡയോഡ്സും ഫോർവേഡ് ബയസിൽ രണ്ട് ഡയോഡ്സ് ഓൺ ആയിരിക്കും. സോ ദിസ് ഡയോഡ് ഈസ് ഓൺ, ദിസ് ഡയോഡ് ഈസ് ഓൺ. സോ ദ ട്രാൻസിസ്റ്റർ വിൽ ബി കംപ്ലീറ്റ്ലി ഓൺ, അല്ലെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേഷൻ എന്ന് പറയും. ഫുള്ളി ഓൺ കണ്ടീഷനെയാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് കേസ് മീൻസ് emitter base junction reverse biased and the collector base junction is reverse biased. So the transistor രണ്ട് ഡയോഡ്സും ഓഫ് ആവുന്ന ആ ഒരു കണ്ടീഷനെ ദെൻ ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ്, ഫുള്ളി ഓഫ് ആണ്, അല്ലെങ്കിൽ അതിനെ കട്ട് ഓഫ് കണ്ടീഷൻ, കട്ട് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. ദെൻ ഒരു കോമ്പിനേഷനോടെ വരും, ദാറ്റ് ഈസ് ഫസ്റ്റ് ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്, ദാറ്റ് ഈസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്, emitter junction is reverse biased and collector base junction is forward biased. അതായത് നമ്മുടെ ഫസ്റ്റ് കേസിന് നേരെ ഓപ്പോസിറ്റ് കേസ്. അതാണെങ്കിൽ നമ്മളതിനെ ഇൻവേർട്ടഡ് മോഡ് എന്ന് പറയും. സോ ഇത്രയും ഡിഫറെൻറ്റ് വേസ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിങ് പോസിബിൾ ആണ്. സോ ഇതിനെ നമ്മൾ ഇത്രയും മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. സോ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ ആപ്ലിക്കേഷൻ മീൻസ് ആക്റ്റീവ് മോഡ് മീൻസ് ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ആക്റ്റീവ് മോഡ് അല്ലെങ്കിൽ ലീനിയർ മോഡ് ഓഫ് ഓപ്പറേഷൻ മീൻസ് ആക്റ്റീവ് അല്ലെങ്കിൽ ലീനിയർ മോഡ് എന്ന് പറയും. അതിന് ആപ്ലിക്കേഷൻ നമ്മൾ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഈ രീതിയിലാണ്, അല്ലെങ്കിൽ നോർമൽ വർക്കിംഗ് എല്ലാം പറയുന്നത് ഈ ഒരു ആംപ്ലിഫയർ മോഡിലാണ്, അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, ആക്റ്റീവ് മോഡിലാണ് പറയുന്നത്. ദെൻ സാച്ചുറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, സാച്ചുറേഷൻ മീൻസ് രണ്ട് ഡയോഡ്സ് ഓൺ. സോ ഇത് കംപ്ലീറ്റ്ലി ഓൺ ആണ്. ദെൻ രണ്ടാമത്തെ കേസ് നോക്കുക, രണ്ട് ഡയോഡും ഓഫ്. സോ ഇതിനെ നമുക്ക് പറയാം ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഓൺ, ഓഫ്. രണ്ടാമത്തത് ഓഫ് ആണ്. ഓൺ ഓഫ് കണ്ടീഷനെ നമ്മൾ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ എന്ന് പറയും. സോ ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്വിച്ചിങ് ആപ്ലിക്കേഷൻസ്. ദെൻ ഇൻവേർട്ട് മോഡിന് ആപ്ലിക്കേഷൻ ആണ് മ്യൂട്ട് ഓപ്പറേഷൻ. മ്യൂട്ട് ഓപ്പറേഷനൊക്കെ നമുക്ക് ഇൻവേർട്ട് മോഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഫസ്റ്റ് 3 കേസസ് ഇവിടെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം. സോ എ ട്രാൻസിസ്റ്റർ ഹാസ് 2 PN junctions, 2 diodes, 2 back-to-back diodes connected that form the structure of a transistor. സോ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട്, സോ സ്ട്രക്ചറാണ് ഞാൻ പഠിപ്പിച്ചത്, ദ സ്ട്രക്ചർ ഓഫ് ആൻ NPN ആൻഡ് PNP ട്രാൻസിസ്റ്റർ. സോ അത് സ്ട്രക്ചർ ചോദിക്കുമ്പോൾ എന്താണ് എമിറ്റർ, എന്താണ് ബേസ്, എന്താണ് കളക്ടർ, അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് NPN ട്രാൻസിസ്റ്ററിൻ്റെയും PNP ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ദ വർക്കിംഗ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. സോ നമുക്ക് ആ ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. സോ ഇതാണ് NPN ട്രാൻസിസ്റ്റർ. The first region is N and the second region is P region and the third region is N. So ഇത് സൈസ് മോഡറേറ്റ് ആണ്, ഇത് ലീസ്റ്റ് സൈസാണ്, ഇത് ലാർജ് സൈസാണ്. ആ രീതിയിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടെർമിനൽ ഈസ് എമിറ്റർ and the second terminal is base and the third terminal is collector. So നോർമൽ വർക്കിംഗ് പറയുമ്പോൾ നമ്മളതിനെ ആക്റ്റീവ് മോഡിൽ ബയാസ് ചെയ്യണം. ആക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ജംഗ്ഷൻ, എമിറ്ററിൽ നിന്ന് വരുന്ന ജംഗ്ഷനെ ഫോർവേഡ് ബയാസും കളക്ടറിൽ നിന്ന് വരുന്ന ജംഗ്ഷനെ റിവേഴ്സ് ബയാസും ചെയ്യണം. അല്ലെങ്കിൽ ഫസ്റ്റ് ഡയോഡിനെ ഫോർവേഡ് ബയാസ്, സെക്കൻഡ് ഡയോഡിനെ റിവേഴ്സ് ബയാസ്. സോ ഫസ്റ്റ് ഡയോഡ് ഇതൊരു PN ജംഗ്ഷൻ ഡയോഡാണ്. സോ നമുക്ക് കാണാം ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും, ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. നമ്മളത് വരച്ചിട്ടില്ല. സോ അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഈ ഒരു ഫിഗറിനകത്ത് അത് കാണാം. ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്താണ്, ഇത്രയും കളക്ടർ ബേസ് ജംഗ്ഷനിലുള്ള ഡിപ്ലീഷൻ റീജിയൻ ആണ്. ദെൻ ഇത് എമിറ്റർ ബേസ് ജംഗ്ഷനിലുള്ള ഡിപ്ലീഷൻ റീജിയൻ ആണ്. സോ ഇത്രയും ഡിപ്ലീഷൻ റീജിയൻ ആണ്. കുറച്ച് ബേസിലും കുറച്ച് എമിറ്ററിലേക്കും, ഇവിടെ കുറച്ച് കളക്ടറിലും കുറച്ച് ബേസിലേക്ക് നിൽക്കുന്ന ഒരു ഡിപ്ലീഷൻ റീജിയൻസ് നമുക്കിവിടെ കാണാം. ദെൻ നമ്മളിതിനെ ബയാസിങ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് PN ജംഗ്ഷൻ, NP ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്യുക. സോ ദിസ് N ഈസ് കണക്റ്റഡ്, എമിറ്റർ N ആണ്. ഫോർവേഡ് ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അപ്പോൾ അടുത്ത ടെർമിനൽ പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഈ സൈഡ് ഈ PN ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യുക. സോ N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് ദിസ് ടെർമിനൽ വിൽ ബി നെഗറ്റീവ്. കളക്ടറിനെ റിവേഴ്സ് ബയാസ് ചെയ്തു,
എമിറ്ററിനെ ഫോർവേഡ് ബയസ് ചെയ്തു. സോ ഫോർവേഡ് ബയസ് വോൾട്ടേജിനെ VEB എന്ന് കൊടുത്തു. കളക്ടർ ബേസ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് ദാറ്റ് ഈസ് VCB. സോ നമുക്ക് ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്, ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ PN ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. ദെൻ റിവേഴ്സ് ബയസ് കേസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുതലുമായിരിക്കും. സോ ആ ഒരു കേസാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കളക്ടർ ബേസ് ജംഗ്ഷൻ്റെ വിഡ്ത്ത് കൂടുതലാണ്, കാരണം ഇത് റിവേഴ്സ് ബയസ് ചെയ്തേക്കുവാണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ്റെ വിഡ്ത്ത് കുറവാണ്, കാരണം അത് ഫോർവേഡ് ബയസ് ചെയ്തേക്കുവാണ്. സോ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വരച്ചേക്കുന്നത്. ദെൻ നമുക്കറിയാം എമിറ്ററിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ദെൻ ബേസിൽ ഹോൾസ് ഉണ്ട്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, സോ ഹോൾസിൻ്റെ വാല്യൂ കുറവായിരിക്കും. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ കളക്ടറിൽ വീണ്ടും ഇലക്ട്രോൺസ് ഉണ്ട്, അത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. സോ കൂടുതൽ ഇലക്ട്രോൺസ് കാണുന്നത് എമിറ്ററിലായിരിക്കും. സോ ഇവിടുത്തെ മെജോറിറ്റി ക്യാരീസ് ഇലക്ട്രോൺസ് ആണ്, കാരണം എമിറ്ററിലുള്ള വാല്യൂ ആണ് നമ്മുടെ മെജോറിറ്റി ക്യാരീസ്. സോ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയസ്ഡ്. സോ ഇതാണ് ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ട്രാൻസിസ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡയോഡ് VEB എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് PN ജംഗ്ഷൻ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും, ബാരിയർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. സോ ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ദ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ബിക്കംസ് നാരോ. സോ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറവായതുകൊണ്ട് കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടേക്ക് മൂവ് ചെയ്യും. എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, കാരണം ഇവിടെ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. സോ ഇവിടെ ഉള്ളത് ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ ഈ ഇലക്ട്രോൺസിന് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ റിപ്പൽ ചെയ്യിക്കും. സോ ഇലക്ട്രോൺസിന് ഒരു ടെൻഡൻസി ഇത് റൈറ്റിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉണ്ടാവുന്നത്. സോ ഇലക്ട്രോൺസ് വിൽ മൂവ് ഫ്രം എമിറ്റർ ടു ബേസ്. സിമിലർലി നമുക്ക് കാണാം ഈ P റീജിയനെയും ഫോർവേഡ് ബയസ് ചെയ്തേക്കുവാണ്. കണ്ടോ, ഈ ഒരു പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടുന്ന് കുറച്ച് ഹോൾസും എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇലക്ട്രോൺസ് ബേസിലേക്ക് മൂവ് ചെയ്യുന്നതോടൊപ്പം കുറച്ച് ഹോൾസ് എമിറ്ററിലേക്കും മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം എമിറ്ററിൽ നിന്നും ബേസിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. സിമിലർലി എ ഫ്യൂ ഹോൾസ് വിൽ മൂവ് ഫ്രം ബേസ് ടു എമിറ്റർ സിൻസ് ദ ഡയോഡ് ഈസ് forward biased. So forward biased conditionൽ majority of electrons will move from emitter to base. Similarly നമുക്ക് ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. സോ അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണെങ്കിലും കുറച്ച് ഹോൾസേ ഉള്ളൂ. ദാറ്റ് ഹോൾസ് വിൽ മൂവ് ടുവേർഡ്സ് ദ എമിറ്റർ റീജിയൻ. സോ ഇതാണ് നമുക്ക് ഫോർവേഡ് ബയസിൽ നമുക്ക് കാണുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് പറയാം മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ. ദ റിസൾട്ടിംഗ് കറണ്ട് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ട്രാവലിംഗ് ഫ്രം എമിറ്റർ ടു ദ ബേസ് ആൻഡ് ഹോൾസ് പാസിംഗ് ഫ്രം ബേസ് ടു എമിറ്റർ. ദ ഇലക്ട്രോൺ കറണ്ട് ഈസ് മെയ്ഡ് മച്ച് ലാർജർ ദാൻ ദ ഹോൾ കറണ്ട്. സോ നമുക്കറിയാം ഡോപ്പിംഗ് ആ രീതിയിലാണ് ചെയ്തത്. സോ എമിറ്ററിൻ്റെ ഡോപ്പിംഗ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ഇലക്ട്രോൺസ് ബേസിലേക്ക് മൂവ് ചെയ്യും, കുറച്ച് ഹോൾസ് ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് മൂവ് ചെയ്യും. സോ നമുക്ക് അവിടെ ഒരു കറണ്ട് മെഷർ ചെയ്യാം. ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് IE. എന്ന് പറയുന്ന ഒരു കറണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം ഇവിടുന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് മൂവ് ചെയ്യും, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഇങ്ങോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ ദെൻ ഇവിടുന്ന് ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു കറണ്ടാണ് ഈ ടെർമിനൽ കറണ്ടായിട്ട് ഇവിടെ കിട്ടുന്നത്. ദിസ് കറണ്ട് ഈസ് നോൺ ആസ് IE. സോ ദിസ് IE ഈസ് ഡ്യൂ ടു the flow of electrons from emitter to base and due to the flow of holes from base to emitter. So I എന്ന് പറയുന്ന കറണ്ട്, അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ് നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യേണ്ടത്. ഹോൾസ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ രണ്ട് കറണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് എ സം ഓഫ് കറണ്ട്സ് ഡ്യൂ ടു I എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സം ഓഫ് കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് മൂവിങ് ഫ്രം എമിറ്റർ ടു ബേസ്. സോ ഇലക്ട്രോൺസ് ആർ മൂവിങ് ഫ്രം എമിറ്റർ ടു ബേസ്. സോ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബേസിൽ നിന്ന് എമിറ്ററിലേക്കായിരിക്കും, കാരണം ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അതൊരു കമ്പോണൻ്റ് ആണ് IEയുടെ. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹോൾസ് മൂവിങ് ഫ്രം ബേസ് ടു എമിറ്റർ. സോ ഹോൾസും മൂവ് ചെയ്യുന്നുണ്ട് ബേസിൽ നിന്ന് എമിറ്ററിലേക്ക്, പക്ഷേ അതിൻ്റെ വാല്യൂ വളരെ കുറവാണ്. സോ നമുക്ക് പറയാം IE ഈസ് ദ സം ഓഫ് ദീസ് ടു കമ്പോണൻസ്. സോ ഇതിനകത്ത് മെജോറിറ്റി കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എമിറ്റർ ടു ബേസ്. ഇതായിരിക്കും അവിടുത്തെ മെജോറിറ്റി വാല്യൂ എന്ന് പറയുന്നത്.
സോ നമ്മൾ ഐ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഐയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഈ ഒരു വാല്യൂ ഈ ഒരു ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്നും ഇങ്ങനെ ബേസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്ന ഹോൾസിൻ്റെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യണമെന്നില്ല, കാരണം കൂടുതലും ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഡിഫ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇലക്ട്രോൺസ് വിൽ ഡിഫ്യൂസ് ഫ്രം എമിറ്റർ ടു ബേസ്. ദെൻ നമ്മൾ ബേസിൽ നോക്കുവാണെങ്കിൽ അവിടെ ഹോൾസ് ഉണ്ട്, കുറേ ഹോൾസ് ഉണ്ട്, കാരണം അത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, കുറച്ച് ഹോൾസ് അവിടെ കാണും. ദീസ് ഇലക്ട്രോൺസ് കമ്മിങ് ഫ്രം എമിറ്റർ റീകമ്പൈൻ വിത്ത് the holes. So few holes recombine with the electrons in the base. So ഇവിടെ നമുക്കൊരു റീകോമ്പിനേഷൻ നമുക്ക് കാണാം, ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. ദെൻ റിമൈനിങ് ഇലക്ട്രോൺസിനെ ആര് കളക്ട് ചെയ്യും? കളക്ടർ കളക്ട് ചെയ്യും, കാരണം ഇത് ഇലക്ട്രോൺസ് ആണ്. സോ ഈ ഇലക്ട്രോൺസിനെ കളക്ടർ റിവേഴ്സ് ബയാസ് ചെയ്തേക്കുവാണ്, കാരണം ഇവിടെ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. സോ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടുന്ന് വരുന്ന എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ എല്ലാം ഇത് ആര് കളക്ട് ചെയ്യും? കളക്ടർ കളക്ട് ചെയ്യും, കാരണം ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്. സോ ഇലക്ട്രോൺസിന് ടെൻഡൻസി ഇവിടേക്ക് മൂവ് ചെയ്യാനായിരിക്കും. സോ കളക്ടറിനെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ ഇങ്ങനെ കളക്ട് ചെയ്യുക. സോ ദാറ്റ് കളക്ടർ വിൽ കളക്ട്സ് ദ ഇലക്ട്രോൺസ് കമ്മിങ് ഫ്രം എമിറ്റർ and the collector collects the electrons since it is റിവേഴ്സ് ബയസ്ഡ്. സോ റിവേഴ്സ് ബയസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ കളക്ടറിന് കിട്ടുന്നത്. സോ നമുക്കിവിടെ കാണാം ഇലക്ട്രോൺസ് ഇവിടെ കളക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ഇലക്ട്രോൺസിനെയാണ് കളക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഐ സി. സോ ഐ സി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. കറണ്ട് ഫ്ലോ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇവിടെ ഉണ്ടാകുന്ന കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിനകത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട്. ഐ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന് ലീവ് ചെയ്യുന്ന കറണ്ടാണ്, ഐ സി എൻറ്ററിങ് ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ഐയും ഐ സിയും മെഷർ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇനി ഒരു കറണ്ട് കൂടെ ഉണ്ട്, ഐ ബി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഐ ബി? നമുക്ക് ആ ഒരു വാല്യൂ നോക്കാം. സോ ഐ ബിയുടെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്തേക്കുവാണ്. സോ കുറച്ച് ഹോൾസ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ബയസ്ഡ് കാരണം കുറേ ഹോൾസ് ഇവിടുന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസും ഈ ഹോളും തമ്മിൽ റീകമ്പൈൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ ബേസിൽ ഹോളിന് ലോസ് ആവുന്നുണ്ട്, ഹോൾ ലോസ് നടക്കുന്നുണ്ട്. കാരണം കുറേ ഹോൾസ് എമിറ്ററിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു, കുറേ ഹോൾസ് ഇലക്ട്രോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. സോ ഇവിടെ നഷ്ടപ്പെടുന്ന ഹോൾസിനെ ഈ ഒരു സപ്ലൈ വഴി ഇങ്ങനെ റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ദ ഹോൾ ലോസ് ഇൻ ദ ബേസ് റീജിയൻ ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദിസ് സപ്ലൈ. സോ ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനലാണ് ബേസിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടെ നഷ്ടപ്പെടുന്ന ആ ഒരു ഹോൾസിനെ റീകോമ്പിനേഷൻ വഴി നഷ്ടപ്പെടുന്നുണ്ട്, കുറേ ഹോൾസ് എമിറ്ററിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഹോൾസിനെ ഈ ഒരു ബാറ്ററി വഴി ഇങ്ങനെ റീസപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ ഹോൾസിനെയാണ് റീസപ്ലൈ ചെയ്യുന്നത്. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനാണ്. ഇലക്ട്രോൺസിനെയാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആയിരിക്കും, കാരണം ഇലക്ട്രോൺ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ കൺവെൻഷണൽ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹോൾസ് ആയതുകൊണ്ട് ഐ ബി എന്ന് പറയുന്ന ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ മാർക്ക് ചെയ്യണം. സോ ദിസ് ഈസ് ദ റീസൺ ഫോർ ഐ ബി. സോ ഐ ബിയുടെ റീസൺ ഇതാണ്. ഐ ബി ഒക്കേഴ്സ് മെയിൻലി ഡ്യൂ ടു ടു റീസൺസ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. So basic idea in transistor action is that base is made very narrow. So ഒരു ഗുഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ബേസിൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ ഡോപ്പിംഗ് വളരെ കുറവായിരിക്കണം. എന്നാൽ മാത്രമേ റീകോമ്പിനേഷൻ, ഒരു മിനിമം റീകോമ്പിനേഷൻ, എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി കളക്ടറിൽ എത്തണമെങ്കിൽ മിനിമം റീകോമ്പിനേഷൻ ബേസിൽ നടക്കണം. സോ അങ്ങനെ ബേസിൻ്റെ ഡോപ്പിംഗ് ഒരു ഗുഡ് ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് ദാറ്റ് ഷുഡ് ബി വെരി നാരോ ആൻഡ് ദാറ്റ് ഷുഡ് ബി വെരി ലൈറ്റ്ലി ഡോപ്ഡ്. റീകോമ്പിനേഷൻ മിനിമം ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ബിക്കോസ് ഓഫ് ദിസ് മോസ്റ്റ് ഓഫ് ദ മൈനോറിറ്റി കാരിയേഴ്സ് ട്രാവലിംഗ് ഫ്രം ദ എമിറ്റർ എൻഡ് ഓഫ് ദ ബേസ് റീജിയൻ ടു ദ കളക്ടർ ആൻഡ് ഡു നോട്ട് റീകമ്പൈൻ വിത്ത് ഹോൾസ് ഇൻ ദിസ് ജേർണി. അതാണ് ഞാൻ ഈ പറഞ്ഞ റീസൺ. So minimum recombination occur ചെയ്യണമെങ്കിൽ the base width should be very low and the doping should be very low. So നമ്മൾ പറയാം നോർമലി ഒരു ട്രാൻസിസ്റ്ററിനകത്ത് ഒരു 5% recombination നടക്കാറുണ്ട്. So the base current in the BJT is due to the recombination. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെയാണ് ഹോൾസ് നഷ്ടപ്പെടുന്നത് ബേസിൽ. That is first reason is recombination of holes and electrons in the base. And then other reason is due to the flow of holes from base to emitter. ഹോൾസ് ബേസിൽ നിന്ന് സോ ഈ നഷ്ടപ്പെടുന്ന ഹോൾസിനെ റീസപ്ലൈ ചെയ്യുന്നുണ്ട് ആ സപ്ലൈ വഴി. സോ ദാറ്റ് ഈസ് എ റീസൺ ഫോർ ബേസ് കറണ്ട് ഐ ബി. ദെൻ നമ്മൾ കളക്ടർ കറണ്ട് പറഞ്ഞു.
ബേസ് കറണ്ട് പറഞ്ഞു, എമിറ്റർ കറണ്ടും പറഞ്ഞു. സോ നമുക്ക് പറയാം എമിറ്റർ കറണ്ട് ഇൻ എൻ പി ട്രാൻസിസ്റ്റർ ഈസ് ഈക്വൽ ടു സം ഓഫ് ബേസ് ആൻഡ് കളക്ടർ കറണ്ട്. സോ നമുക്കതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. സോ ഐ എന്ന് പറയുന്നത് എമിറ്റർ കറണ്ട് ആണ്, ഐ ബി ഐ സി ബേസ് ആൻഡ് കളക്ടർ കറണ്ട്. സോ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഐ ലീവിങ് ആണ്. ഐ ഈസ് ഈക്വൽ ടു ലീവിങ് ആൻഡ് ഐ ബി ആൻഡ് ഐ സി ആർ എൻറ്ററിങ് ദ ട്രാൻസിസ്റ്റർ. സോ ഐ ബിയും ഐ സി എന്താണ്? എൻറ്ററിങ് ദ ട്രാൻസിസ്റ്റർ ആണ്. സോ സം ഓഫ് കറണ്ട് ലീവിങ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് എൻറ്ററിങ്. ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. സോ ഇതാണ് നമ്മുടെ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് ആൻ എൻ പി എൻ ട്രാൻസിസ്റ്റർ. ദെൻ നമുക്ക് സിമിലർലി പി എൻ ബി ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങും പറയാം. പി എൻ ബി ട്രാൻസിസ്റ്ററിനകത്ത് ഇവിടെ കൂടുതലും ഉള്ളത് ഹോൾസ് ആയിരിക്കും. സോ ഇതിനെ ബയാസിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റീജിയൻ പി റീജിയൻ ആണ്. സോ ദിസ് എമിറ്റർ ടെർമിനൽ ഷുഡ് ബി കണക്റ്റഡ് ടു പോസിറ്റീവ്. ഫോർവേഡ് ബയാസ്ഡ് കിട്ടണമെങ്കിൽ പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ അടുത്ത ടെർമിനൽ നെഗറ്റീവ് ആയിരിക്കും. ദെൻ പി എൻ ബി മീൻസ് കളക്ടർ പി ആയിരിക്കും. സോ ദിസ് റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. റിവേഴ്സ് ബയാസ് ചെയ്യണമെങ്കിൽ ദ പി റീജിയൻ ഷുഡ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ്. അടുത്ത ടെർമിനൽ പോസിറ്റീവ് ആയിരിക്കും. സോ വി ഇ ബി ആൻഡ് വി സി ബി, ഇത് ഫോർവേഡ് ബയാസ് വോൾട്ടേജ്, ഇത് റിവേഴ്സ് ബയാസ് വോൾട്ടേജ്. ദെൻ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പിക്കകത്ത് കൂടുതലുള്ളത് ഹോൾസ് ആയിരിക്കും. സോ ദിസ് ഹോൾസ് വിൽ മൂവ് ഫ്രം എമിറ്റർ റീജിയൻ. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്ലസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണ്. ഈ പ്ലസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹോൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ അതിനെ റിപ്പല് ചെയ്യും. സോ ഈ ഹോൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ബേസിലേക്ക് എൻട്രി ചെയ്യും. ബേസിൽ ഉള്ളത് എൻ ആണ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് ആണ്. അതിനകത്ത് ഡോപ്പിംഗ് ലോ ആണ്. സോ ഫ്യൂ ഇലക്ട്രോൺസ് അവിടെ കാണും. ഈ വരുന്ന ഹോൾസും ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്യും. ഒരു 5% റീകോമ്പിനേഷൻ ബേസിൽ നടക്കും. ദെൻ റിമൈനിങ് ഹോൾസിനെ കളക്ടർ കളക്ട് ചെയ്യും. കാരണം കളക്ടർ റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ഹോൾസ് പോസിറ്റീവ്ലി ചാർജും ഇവിടെ നെഗറ്റീവ് ആണ് കൊടുത്തേക്കുന്നത്. സോ ഹോൾസിനെ ഇങ്ങോട്ടേക്ക് കളക്ട് ചെയ്യും. സോ നമുക്കറിയാം ഇവിടെ മൂവ് ചെയ്യുന്നത് ഹോൾസ് ആണ്, മെജോറിറ്റി ഹോൾസ് ആണ്. സോ ഈ ഹോൾസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. സോ ഹോൾസിൻ്റെ ഡയറക്ഷൻ അതേ ഡയറക്ഷനിൽ തന്നെ വേണം നമ്മൾ എമിറ്റർ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ. സോ ഐയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ദെൻ ഇവിടെ കളക്ടർ കളക്ട് ചെയ്യുന്നത് ഹോൾസിനെയാണ്. സോ കളക്ടർ ഈ ഡയറക്ഷനിലാണ് കളക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അതേ ഡയറക്ഷനിൽ തന്നെ ഐ സിയുടെ ഡയറക്ഷനും മാർക്ക് ചെയ്യാം. ദെൻ നമ്മൾ വാട്ട് ഈസ് ദ റീസൺ ഫോർ ബേസ് കറണ്ട് പറഞ്ഞു. ഇവിടെ എന്നിനകത്ത് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സോ അത് എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? സോ ഇത് ഫോർവേഡ് ബയസ് ചെയ്യുന്ന കാരണം കുറേ ഇലക്ട്രോൺസ് എമിറ്ററിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് കേസാണ്. ഇവിടെ ഇലക്ട്രോൺസ് എമിറ്ററിലേക്ക് പോകുന്നുണ്ട്. സോ അങ്ങനെ ഇലക്ട്രോൺ ലോസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇവിടുത്തെ ഹോൾസും ഇലക്ട്രോൺസും നമ്മൾ റീകമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ ലോസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ ഉണ്ടാവുന്ന ലോസസ്, ഇലക്ട്രോണിൻ്റെ ലോസസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവ് ടെർമിനലാണ്. സോ ഇവിടെ റീസപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോൺസിനെയാണ്. കാരണം ഇലക്ട്രോൺസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ഇലക്ട്രോൺസിനെ റീസപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ അതാണ് അതിൻ്റെ റീസൺ. ദറ്റ് ഈസ് എ റീസൺ ഫോർ ബേസ് കറണ്ട്. സോ ഇലക്ട്രോൺസിനെ റീസപ്ലൈ ചെയ്യുന്നു, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഇലക്ട്രോൺസ് എങ്ങോട്ടാണോ റീസപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഐ ബി. സോ ദ റീസൺ ഫോർ ഐ ബി ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രോൺ ലോസ് ഇൻ ദ ബേസ് റീജിയൻ. സോ ഇലക്ട്രോൺ ലോസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ബേസ് ടു എമിറ്റർ, ദെൻ ഡ്യൂ ടു ദ റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് ഇൻ ദ ബേസ് റീജിയൻ. സോ ഈ രീതിയിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ എൻറ്ററിങ് ആണ്, ഐ ബിയും ഐ സിയും ലീവിങ് ആണ്. സോ നമുക്ക് ആ സെയിം ഇക്വേഷൻ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. സം ഓഫ് കറണ്ട് എൻറ്ററിങ്, അതാണ് ഐ ഇ. എൻറ്ററിങ് ഒരു കറണ്ടേ ഉള്ളൂ, ഐ ഇ. ദെൻ റിമൈനിങ് ഐ ബി ആൻഡ് ഐ സി ആർ ലീവിങ് ദ ട്രാൻസിസ്റ്റർ. ഈ ഒരു റെക്ടാങ്കിൾ സ്ട്രക്ചർ എടുക്കുകയാണ്, ട്രാൻസിസ്റ്റർ സ്ട്രക്ചറാണത്. ഐ ബി ആൻഡ് ഐ സി ആർ ലീവിങ്. സോ സം ഓഫ് കറണ്ട് ലീവിങ് ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് എൻറ്ററിങ്. സോ സെയിം ഇക്വേഷൻ ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്. സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. സോ നമുക്ക് വർക്കിംഗ് എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ പറയാൻ എളുപ്പമാണ്. അവിടെ ബയാസിങ്ങിനകത്തുള്ള ഡിഫറൻസും ഇവിടുത്തെ ക്യാരിയേഴ്സിനകത്തെ ഡിഫറൻസും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം. സോ ഇത്രയാണ് നമുക്ക് ട്രാൻസിസ്റ്ററിനെ കുറിച്ച് മെയിൻലി പഠിക്കാനുള്ളത്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ സ്ട്രക്ചറും. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ദ കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ, അതായത് CE കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കുന്നതാണ്.
അതിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ ഇത്രയും നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് കാര്യങ്ങളായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.